ഹായ്, എൻ്റെ പേര് ബിജു ഷംസ്. ഞാൻ ഈ ഇൻസ്ട്രുമെൻ്റ് എടുത്തതിൽ പിന്നെ ഒത്തിരി പേര് നാട്ടിൽ നിന്ന് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ചിലപ്പം അവർക്ക് ചിലപ്പം പ്രയോജനപ്പെടുമെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഞാനിത് അടുത്ത് കാണിക്കാം. ഇതാണ് ഇൻസ്ട്രുമെൻ്റ്, കണ്ടോ? ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു ഡ്രം കീ ഉണ്ട്, കണ്ടോ? ആ ഡ്രം കീയാണ് നമ്മളിത് ഇവിടെ ഇതിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. ഇതാണ് മെയിൻ പാനൽ. ഈ മെയിൻ പാനൽ ഞാൻ ഓണാക്കാം. ഇതിനകത്ത് ഞാൻ ഒരു തവിൽ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇപ്പം ചെയ്തതാണ്. ഒരു ടോൺസ് കുറച്ച് എണ്ണം എടുത്തിട്ട് ചെയ്തതാണ്. കണ്ടോ? ഇതാണ് ശരിക്കും കാണാമല്ലോ അല്ലേ എനിക്ക്? കണ്ടോ? വെയിറ്റ് കുറവാണ്. വളരെ സിമ്പിളാണ്. അതുപോലെ ഈ മെയിൻ പാനൽ ഈ ഒരു റബ്ബർ ബാൻഡ് ഉണ്ട്. റബ്ബർ ബാൻഡ് എടുക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. നോക്കി, ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, കണ്ടോ സംഭവം? ഇതിങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് വായിക്കാം. ബെൽറ്റ് ഇതിപ്പോൾ ടോണ് ഇത് മാറ്റാണ്. ഇത് ഞാൻ എന്നിട്ട് ഇതുണ്ട്, ഒരു ലൂപ്പറിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് ഉണ്ട്, നേരത്തെ RC 300 അത് ലൂപ്പർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഡബിളിങ്ങൊക്കെ വായിക്കണമെങ്കിൽ വായിക്കാം. മെനുവിൽ പ്രസ് ചെയ്യുക. ഈ താഴോട്ട് പോകുമ്പോൾ യൂസർ സാമ്പിളുണ്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇമ്പോർട്ട് കൊടുക്കുക. ഈസിയാണ്. പിന്നെ ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് മെനുവിൽ പോയിട്ട് നേരെ പോയിട്ട് കിറ്റ് എഡിറ്റ് സെലക്ട് ഇൻസ്ട്രുമെൻ്റ്, അത് ഇൻസ്ട്രുമെൻ്റ് വരും. ഈസിയായത് ഉണ്ടോ? ഇതിങ്ങനെ ചരിച്ച് വയ്ക്കാം.